ആനയുണ്ട്. താഴെ വലിപ്പമുണ്ട് കേട്ടോ. എന്നോട് ഇത്ര ഒച്ച ആ സമയമാകുമ്പോൾ ബലക്ഷയമാകും ആ ഉള്ളിൽ, ആ റൗണ്ടിൽ. ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് ചെയ്തോണ്ടിരിക്കുന്നു. സെക്കൻഡ് തൊട്ടടുത്ത് തന്നെയാണ് ഒരു മില്ലിപ്പേഡാണ്. നമ്മളിന്ന് പോകുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കാണ്. പറമ്പിക്കുളത്തേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ കൂടെ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഈ കാണുന്നത് സേതുമട ചെക്ക് പോസ്റ്റാണ്. ഈ സേതുമട ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ആനമല ടൈഗർ റിസർവിൻ്റെ, അതായത് തമിഴ്നാടിൻ്റെ ഭാഗമാണ്. ഇവിടെ നിന്നാണ് നമുക്ക് അകത്തേക്ക് കയറേണ്ടത്. ഇവിടെ നിന്ന് അകത്തേക്ക് കയറി അവിടെ നിന്ന് പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ കാണുന്ന ചെക്ക് പോസ്റ്റിന് പുറകിലായി നമ്മൾ മലമുഴക്കി വേഴാമ്പലിനെ കണ്ടിരുന്നു. പറമ്പിക്കുളത്തേക്ക് പോകാൻ വേണ്ടി നമുക്ക് നിരവധി ഹെയർ പിൻ ബെൻഡുകൾ കയറേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വഴി എപ്പോഴും സൂക്ഷിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ഇതൊരു മലബാർ ഫ്ലെയിം ബാക്ക് ആണെന്നാണ് മനസ്സിലായത്. മരംകൊത്തിയുടെ തന്നെ വർഗമാണ്. പലതരം മരംകൊത്തികളുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന രീതിയിലുള്ള മരംകൊത്തികളല്ല കാട്ടിൽ കാണുന്നത്. അവയുടെ തന്നെ കുറച്ച് കളറ് വ്യത്യാസമുള്ളതും തലയിൽ തൊപ്പിയുടെ വ്യത്യാസവും അങ്ങനെ ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവരെ നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ നല്ല രീതിയിൽ കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തണുപ്പും നല്ലൊരു കാലാവസ്ഥയും ഒക്കെ ആയിരുന്നു അവിടെ കിട്ടിയത്. ആദ്യം കാണിച്ച സേതുമല ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ ആനമല ടൈഗർ റിസർവിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മളവിടെ എൻട്രി ഫീസും അതേപോലെ ബാക്കി ക്യാമറ ചാർജസും എല്ലാം കൊടുത്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ആണ് ടോപ്പ് സ്ലിപ്പ്. ആനമല ടൈഗർ റിസർവിൽ നിന്നുള്ള സഫാരിയും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടാവുന്നത്. ടോപ്പ് സ്ലിപ്പിൽ നിന്ന് കുറച്ചുകൂടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ എൻട്രൻസിലേക്ക് എത്തിച്ചേരാം. ഇവിടെയും നമ്മൾ എൻട്രി ഫീസും അതേപോലെ ക്യാമറ ചാർജസും എല്ലാം കൊടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു മയിലിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കാര്യം പീലിയൊന്നുമില്ല എങ്കിൽ പോലും ആ നിൽക്കുന്ന ഒരു ഫ്രെയിമും അതേപോലെ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കോടമഞ്ഞും എല്ലാം കൊണ്ടും നല്ല ഭംഗിയായിരുന്നു. ഇതാണ് വൈറ്റ് ബെല്ലി ട്രീപ്പി അല്ലെങ്കിൽ കാട്ടൂഞ്ഞാലി എന്ന് വിളിക്കും. പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കുള്ള സഫാരി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സഫാരി തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നിരവധി മയിലുകളും അതുപോലെ തന്നെ കുരങ്ങും എല്ലാം എപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണത്. സഫാരി തുടങ്ങി അധികം വൈകാണ്ട് തന്നെ നമുക്ക് റോട്ടിൽ ആനപ്പിണ്ടം കിടക്കുന്നത് കാണാൻ പറ്റി. ചെറിയ ആനകളുടെ ഒരു കൂട്ടമാണ്. ഇവിടെ ഒരു ആനയുണ്ട്. താഴെ തൃപ്തിയാവുണ്ടോ? സെക്കൻഡ് മതിയിട്ട് എനിക്കങ്ങനെ വിഷയമൊന്നുമില്ല. അവിടെ നിന്ന് മുൻപോട്ട് പോയപ്പോൾ തന്നെ മാനുകളുടെ ഒരു കൂട്ടത്തിനെ നമുക്ക് കാണാൻ പറ്റി. അത് രാവിലെ തന്നെയുള്ള ഫ്രെയിം ആയതുകൊണ്ട് പുറകിലൊക്കെ നല്ല രീതിയിൽ കോടമഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. വേറൊരു ലെവൽ ഫീലാണ്. വഴി പോകുന്ന തമിഴ്നാടിൻ്റെ വണ്ടിയാണ് ഈ കാണുന്നത്. എല്ലാം കഴിക്കണ്ടല്ലോ, ഇങ്ങനെ കഴിക്കല്ലടാ, അത്രയും ധൃതി പിടിക്കല്ലേ. ചാടിയത് കിട്ടിയില്ല. കുഞ്ഞുണ്ടെന്ന് എഴുതി വെക്കേണ്ടി വരുള്ളൂ. പറമ്പിക്കുളം ടൈഗർ റിസർവിൽ നമുക്ക് നിരവധി സ്റ്റേ ഓപ്ഷൻസ് ലഭ്യമാണ്. അതിൽ ഒരു സ്റ്റേ ഓപ്ഷനാണ് നിങ്ങളീ കാണുന്നത്.
ഇതൊരു പുതിയ പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പറമ്പിക്കുളം ടൈഗർ റിസർവിൽ നമുക്ക് വലിയ തോതിൽ തേക്ക് മരങ്ങൾ കാണാൻ പറ്റും. കാരണം ഇതൊരു ടൈഗർ റിസർവ് ആവുന്നതിന് മുൻപ് തന്നെ ഇവിടെ തേക്ക് മരങ്ങളുടെ കൃഷി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ടൈഗർ റിസർവ് ആക്കിയ ശേഷം ഈ മരങ്ങളൊന്നും നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ നമ്മൾ കാണുന്നത് തുണക്കടവ് ഡാമാണ്. ആളിയാർ ഡാം പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഏതാണ്ട് 10 ഡാമുകളാണ് ഉള്ളത്. അതിൽ തന്നെ ഒന്നാണ് നമ്മുടെ ഷോളയാർ ഡാമും. കമോൺ. നമ്മൾ നോക്കി വെക്കുമ്പോൾ തന്നെ ആ മലയണ്ണാൻ മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടി കിടക്കുകയായിരുന്നു. ഇത് ചേരപ്പാമ്പ് തന്നെയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തോ പടം പൊഴിച്ചു കഴിഞ്ഞിട്ടുള്ള സമയമായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നിറം എന്നാണ് അറിഞ്ഞത്. വണ്ടി അനക്കണ്ട മൂവി എന്ന് പറഞ്ഞു. എന്നോട് ഇത്ര ഒച്ച മൈക്ക്. ഇത്തിരി ദൂരത്തായിട്ട് മ്ലാവുകളുടെ ഒരു കൂട്ടം നിൽക്കുന്നുണ്ടായിരുന്നു. ഫോക്കസ് ആവുന്നില്ലടോ. ഇവരെ വായോട് ഇടുന്ന ഞാനും വിടൂല. അപ്പൊ തന്നെ റൈറ്റ് സൈഡില് അവന്റെ റൈറ്റ്, അവന്റെ വലതുവശത്തുണ്ട്. ഞാൻ 2 വലിയ ആനകളും പിന്നെ ഒരു കുഞ്ഞാനയും. ആ വലിയ ആന ഇങ്ങനെ മേത്തേക്ക് ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ വാരിയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഹാപ്പി. ചെറിയ ആന അതിനിടയ്ക്ക് അമ്മയുടെ പാല് കുടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പിന്നീട് വീഡിയോയിൽ കണ്ടപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതിനിടയ്ക്ക് തന്നെ താഴെ നിന്ന് വേറൊരു ആന അങ്ങോട്ട് കയറി വന്നു. പിന്നീട് ആ 3 വലിയ ആനകളും അവിടെ നിന്നിട്ട് ചെറിയ തോതിൽ കുത്തുകൂടുന്നു. പിന്നെ മേത്ത് മണ്ണ് വാരിയിടുന്നു. അങ്ങനെയൊക്കെ ചില കലാപരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നു. ഓ മണ്ണ് വാരി എറിയുന്നുണ്ട്. ഓ പോലീസാണ്. വണ്ടി വന്നാ? ആ അതേടോ, എന്റെ ഫോക്കസ് ആണ്, പക്ഷെ ചെടിയുടെ ഉള്ളിൽ കൂടെയാണ്. ആനയെ കണ്ട് മനസ്സ് കറിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ കാട്ടിയെ കണ്ടത്. കാട്ടികളുടെയും ഒരു കൂട്ടം തന്നെ ആയിരുന്നു അത്. നല്ല ഫോട്ടോസ്. ഇങ്ങോട്ട് ഇനിയും കഴിക്കടാ. വനുണ്ട് തല വനുണ്ട്. മൂവിങ്ങാ. നല്ല വലിപ്പമുള്ള ഒരു കാട്ടിയായിരുന്നു. വെളിയിലാണ്, തല പുറത്തെത്തി. മെയിലാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിപ്പം വെച്ചിരിക്കുന്നത്. കൂടുതൽ കിട്ടൂല. അതിന്റെ സൈസ് ഒന്നും നിങ്ങള് എന്നാ വലിപ്പോ ഇതേ കണ്ടോ. അതാ പറഞ്ഞ ഫ്രണ്ട് കേറി വരും. അല്ല വെയിറ്റ് എന്നാ എടുത്തിട്ട് പോവാം. കേറുകയാണോ മുകളിലേക്ക്? ഞാനവര് കാണിക്കണ്ടപ്പോ ടൈഗറങ്ങാലായിരിക്കും ഒരു പ്രദേശം. കാര്യം നോക്കിയിട്ടൊന്നും ഞാൻ കണ്ടില്ല. ആനയല്ലാന്ന് എനിക്ക് മനസ്സിലായി. ചെറുതെന്താണ് അത് തിരിയുണ്ട്. വീഴും അങ്ങനെ വീഴും. ഈ മരത്തിലൊക്കെ ഇട്ട് വർഷമ്പോൾ ആ സമയമാകുമ്പോൾ ബലക്ഷയമാകും ആ ഉള്ളിൽ, ആ റൗണ്ടിൽ. ചേച്ചെടുക്കുന്നത് ഓ ആ കൊമ്പിന്റെ റെഡ് ശരിക്കും കാണാം. മാനുകളെല്ലാം ആൻഡ്ലർ എന്ന് പറഞ്ഞ വർഗത്തിലാണ് വിടുന്നത്. അതുകൊണ്ട് തന്നെ സീസണലായിട്ട് അല്ലെങ്കിൽ വർഷാവർഷം ഇതിൻ്റെ കൊമ്പുകൾ ഇവ പൊഴിക്കാറുണ്ട്.
ആ കൊമ്പുകൾ പിന്നീട് മുളച്ചു വരും. ഇപ്പോൾ ഈ കാണുന്ന മാൻ അതിൻ്റെ കൊമ്പ് ഇപ്പോൾ ഈ അടുത്ത് തന്നെ പൊഴിച്ചതേ ഉള്ളൂ. അതാണ് ആ ഒരു തലയുടെ മുകളിലൊരു ചുവപ്പ് നിറമായിട്ട് കാണുന്നത്. ഇതാണ് മലബാർ പാരക്കീറ്റ് അല്ലെങ്കിൽ ബ്ലൂ വിങ്ഡ് പാരക്കീറ്റ് എന്നറിയപ്പെടുന്ന ഒരു തരം തത്ത. മലബാർ പാരക്കീറ്റിനെ കാണാൻ ഇത്തിരി പ്രയാസമാണ്, എല്ലായിടത്തും ഉണ്ടാവാറില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പ്ലം ഹെഡഡ് പാരക്കീറ്റാണ്. അതിൻ്റെ തലയുടെ മുകൾ ഭാഗത്തുള്ള ആ ഒരു നിറം കൊണ്ടാണ് ആ ഒരു പേര് കിട്ടിയത്. ഇത് ബാർബറ്റ് എന്ന് പറഞ്ഞ പക്ഷിയാണ്. ഇത് മലബാർ സ്റ്റെർലിംഗ് അല്ലെങ്കിൽ ബ്ലിറ്റ്സ് സ്റ്റെർലിംഗ്. 2 കാട്ടുകോഴികൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അത് ഫീമെയിലായിരുന്നു, പിടക്കോഴി. പറമ്പിക്കുളം ടൗൺഷിപ്പിൽ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്. അവിടെ ഒരു ഷെഡിൻ്റെ മുകളിലായിട്ട് കുറേ കുരങ്ങുകൾ ഇങ്ങനെ ഒരുമിച്ച് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ്. പറയാൻ നിനക്ക് കൊറേ നിങ്ങൾ രണ്ടും കൂടി പറയണ്ടേ? അല്ല ഇതാണ് ടിക്കിൾസ് ബ്ലൂ ഫ്ലൈ ക്യാച്ചർ. അത്യാവശ്യം ചെറിയൊരു പക്ഷിയാണ്, എന്നാൽ ഇത്തിരി കാണാൻ ബുദ്ധിമുട്ടുമാണ്. ഇത് പറമ്പിക്കുളം ഡാമാണ്. നമ്മുടെ ഡാമിൽ ചെറിയൊരു ബാംബൂ റാഫ്റ്റിങ്ങിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രസമാണ്. നമ്മുടെ സ്വന്തം KSRTC ബസ്സാണിത്. പാലക്കാട് ഡിപ്പോയിൽ നിന്നുള്ള ഒരു ബസ് എല്ലാ ദിവസവും പറമ്പിക്കുളത്തേക്ക് വന്ന് അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. ഇതുകൂടാണ്ട് തമിഴ്നാടിൻ്റെ 2 ബസ്സും. അങ്ങനെ ഏതാണ്ട് 3 ബസ്സുകളാണ് എല്ലാ ദിവസവും ഇവിടെ സർവീസ് നടത്തുന്നത്. കൊമ്പുള്ള 3 മാനുകളായതുകൊണ്ട് തന്നെ അവ 3ഉം ഒരേ ഫ്രെയിമിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അവയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അതൊരു ഉടുമ്പാണ്, മോണ്ടി ലിസാർഡ് ആയിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്ക് കാര്യമായിട്ട് കിട്ടിയില്ല. ഇപ്പൊ നിങ്ങൾ കാണുന്നത് കരിങ്കുരങ്ങാണ്, നീലഗിരി ലംഗു കരിങ്കുരങ്ങ്. ഞാൻ പറക്കാൻ മാത്രമേ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഇരട്ടവാലൻ പക്ഷിയാണ് ഇത്, റാക്കറ്റെയിൽ ഡ്രോങ്കോ. നല്ല കളറിട്ടാ. നമ്മൾ മാനുകളെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ചെറിയൊരു മാനിനെ കാണുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ ആനമല ടൈഗർ റിസർവിന് ഉള്ളിൽ കൂടി മാത്രമേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുവഴി 2 വീലേഴ്സ് അലൗഡ് അല്ല. ഈ പ്രാവശ്യത്തെ പറമ്പിക്കുളം വീഡിയോയിൽ നമ്മൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും വീഡിയോ ആണ് കൂടുതലായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുള്ള കാരണം വേറൊന്നുമല്ല, നമുക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്തു അല്ലേ? മാനുകൾ ഇത്ര നന്നായിട്ട് പോസ്റ്റ് ചെയ്ത് നിന്ന് ഇവരാ. ആ ചെറിയ മാനിനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. വളരെ ചെറിയ മാനായതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പെട്ടെന്നൊരു കാട്ടി വന്നിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ വന്ന് ചാടി നിന്നു. അവനോടെ തന്നെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ കുറച്ച് വിഷ്വൽസും കൂടി എടുത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റി.
പക്ഷേ ഫീമെയിലാണ്. കയറി പോകട്ടെ നിങ്ങളെ കണ്ടിട്ട്. അല്ല പോണെന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടേ പോരാൻ പറ്റുള്ളൂ. കാര്യം തിരിഞ്ഞു ഇവിടെ പിന്നെ ആന വണ്ടിയത്തുള്ള ഏതായാലും കുഞ്ഞാനായോണ്ട് കുഴപ്പമുണ്ടല്ലോ, നമ്മൾ രക്ഷപ്പെട്ട് പ്രശ്നമൊന്നുമില്ല. വലിയ ആനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോരാൻ പറ്റില്ലല്ലോ. പനങ്കാക്ക അല്ലെങ്കിൽ ഇന്ത്യൻ റോളർ എന്നറിയപ്പെടുന്ന പക്ഷിയാണിത്. രണ്ടെണ്ണം ഒരുമിച്ച് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ വളരെ സാധാരണയായിട്ട് കാണുന്ന റോസ് റിംഗ്ഡ് പാരക്കീറ്റാണ് ഈ കാണുന്നത്. പറക്കണം ആലോചിച്ചോണ്ടിരിക്കുന്നു. അവിടെ കുഞ്ഞാണ് കുഞ്ഞു തന്നെ. കൂടുതൽ ആനയുണ്ടെന്ന് അറിഞ്ഞേ. വളരെ ദൂരെയായിട്ട് ഒരു ആന ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആന മഴയത്ത് ഇങ്ങനെ മണ്ണൊക്കെ വാരി ഇങ്ങനെ മേത്തിടുകയായിരുന്നു. വളരെ ദൂരത്തായിരുന്നെങ്കിലും അതൊരു കൊമ്പനാന ആയതുകൊണ്ടും മണ്ണ് വാരി എറിയുന്നതുകൊണ്ടും കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്നു. ആ ശരിയാ, കൊമ്പൻ തന്നെ. നമ്മുടെ ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ ആനകളും കാട്ടികളും വിഹരിക്കുന്ന അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന ഒരു കാട് തന്നെയാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. അതിനുള്ള നേർക്കാഴ്ചയാണ് ഈ വീഡിയോ. കുഞ്ഞ് അതെ ഫേസ് 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 റൈറ്റ് സൈഡിൽ ഫേസ് വന്ന് കയറിപ്പോയി. ഒരെണ്ണം തീരെ ചെറുതാണ് കേട്ടോ. ചെറുതിൻ്റെ ഇടുണ്ട്. തീറ്റ തന്നോണ്ടിരിക്കും. എനിക്കിട്ടും 4 കുഞ്ഞ്. ഒളി $400 എടുക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. ഒരു മില്ലിപ്പേഡാണ്. എൻ്റെ മേത്തുള്ള കളേഴ്സ് ഒന്ന് നോക്കി നിങ്ങൾ. ഓഹ് എന്നാ ഭംഗിയാ. മിണ്ടായിരിക്കുന്ന ഇത് നല്ല ഫ്രെയിമാണ്, നല്ല ലൈറ്റിംഗ് ഉണ്ട്. ഇപ്പൊ അവനെ വന്നിട്ടൊരു കടുവയോ പുലിയൊക്കെ പിടിക്കണം. ഓള് ക്രൂരൻ. ഇത് മറ്റേ ഹിപ്പോപ്പൊട്ടാമസിന് കുഞ്ഞിനെ ചന്തി ഇങ്ങനെ പൊക്കി വെക്കണ്ടേ. ഹിപ്പോപ്പൊട്ടാമസിന്റെ പന്നിയെങ്കിൽ പന്നി. അപ്പുറം മയിലുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് മറ്റേ സഫാരി ലോങ് ആയിപ്പോൾ എടുത്താണെങ്കിൽ നല്ല രസമായിട്ട് എടുക്കുക.